ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായിട്ടുള്ള റാലി കഴിഞ്ഞ 3 വർഷത്തെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡേ ഗെയിൻ ഇത്ര വലിയൊരു സിംഗിൾ ഡേ ഗെയിൻ നേടിയ കഴിഞ്ഞ 3 വർഷത്തിലുള്ള ചരിത്രം നോക്കിയാൽ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അപ്പോൾ 14 ലക്ഷം കോടിയുടെ നേട്ടമാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മൂവിൻ്റെ കാരണം എക്സിറ്റ് പോൾ റിസൾട്ടിൻ്റെ ആ ഒരു ഇമ്പാക്റ്റാണ്. ഇപ്പോൾ NDA അലയൻസ് 350-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രവചനമാണ് ഭൂരിഭാഗം മീഡിയകളും നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ള പ്രവചനം നടത്തിയ എല്ലാ മീഡിയകളുടെയും നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗവും 90% മീഡിയാസും പറഞ്ഞിട്ടുള്ളത് ഏകദേശം 350+ സീറ്റാണ്. 400 വരെ പോയവരും ഉണ്ട്. അതേപോലെ ഒരു സിംഗിൾ മീഡിയ പോലും ഇന്ത്യ അലയൻസ് അധികാരത്തിൽ വരുമെന്ന് കാര്യമായൊരു പ്രവചനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഒരു മീഡിയയും അങ്ങനെ ഒരു പ്രവചനം നടത്തിയതായിട്ട് നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് NDA തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രവചനമാണ് മൊത്തത്തിൽ നമ്മൾ എല്ലാ മീഡിയകളും നടത്തിയിട്ടുള്ളത്. അപ്പോൾ 350+ സീറ്റ് നേടി അധികാരത്തിൽ വരുന്നത് തീർച്ചയായും അത് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റിന് കാരണമാകുമെന്നും അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഇന്ത്യൻ എക്കണോമിക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായമാകുമെന്നും പൊതുവെ ഇൻവെസ്റ്റർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത്തരം എക്കണോമി ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റിലൂടെ വളർന്നു വരുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിലും നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്നാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സും കരുതുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയൊരു റാലി ആ ഒരു എക്സിറ്റ് പോൾ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. നിഫ്റ്റി 50 3.25% ഒരു അപ്വേർഡ് മൂവാണ് കാണിച്ചത്. അത് നമ്മൾ മൊത്തത്തിലുള്ള ഈ നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നിഫ്റ്റി 50 3.25 എന്ന് പറയുന്ന ടോപ്പ് 50 കമ്പനികളിലാണ് ആ മൂവ്മെൻറ്റ് ഉണ്ടായത്. അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50യിലും 4.58% റാലി നടത്തുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ടോപ്പ് 100 കമ്പനികളിലാണ് ഏറ്റവും വലിയ റാലി നടന്നിട്ടുള്ളത്. നമ്മളിനി മിഡ് ക്യാപ്പിലും 3.something റാലി നടന്നിട്ടുണ്ട്. എന്നാൽ സ്മോൾ ക്യാപ്പിൽ 2.41% റാലി മാത്രമാണ് നടന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിഫ്റ്റി ടോപ്പ് 500 സ്റ്റോക്കുകളിലുള്ള സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ 2.41% റാലി മാത്രമാണ് നടന്നത്. സെക്ടോറൽ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിലാണ് കാര്യമായൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിയ മൂവ് നടന്നിട്ടുള്ളത് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിലാണ്. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് 8.40% ഒരു അപ്വേർഡ് മൂവാണ് കാണിച്ചത്. അതേസമയം നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിൻ്റെ ഇൻഡെക്സ് 3.34% മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റി ബാങ്കിലുണ്ടായ ഈ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ കാരണമായത് PSU സ്റ്റോക്കുകളാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട മൂവ് നടന്ന ഇൻഡെക്സ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിലാണ്. അവിടെ 6.81% മൂവാണ് നടന്നത്. അപ്പോൾ അതും പൂർണ്ണമായും കൂടുതലായിട്ടും PSU സ്റ്റോക്കുകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ചില ഇൻഡെക്സുകളുണ്ട്. അതിലൊന്ന് നിഫ്റ്റി ഫാർമയാണ്. അത് 0.36% അപ്വേർഡ് മൂവേ ഫാർമ സ്റ്റോക്കുകളിൽ കാണുന്നുള്ളൂ. അതുപോലെ നിഫ്റ്റി FMCGയും ഒരു 1% മൂവേ നടന്നിട്ടുള്ളൂ. അതുപോലെ നിഫ്റ്റി IT-യും വളരെയധികം നിരാശപ്പെടുത്തിയതായി കാണാം. 0.39% റാലി മാത്രമാണ് നിഫ്റ്റി IT-യിൽ കാണുന്നത്. അതുപോലെ നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 0.45 ഒരു റാലി മാത്രമാണ് നടന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ഫാർമ ആൻഡ് IT അതുപോലെ കൺസ്യൂമർ ഈ 3 ഇൻഡെക്സുകൾ ഇപ്പോഴും അണ്ടർ പെർഫോമിങ്ങിൽ തന്നെ തുടരുകയാണ്. ഇത്ര വലിയ റാലി മാർക്കറ്റിൽ നടന്നതൊന്നും ഇവർ അറിയാത്തതുപോലെയാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏറ്റവും അധികം റാലി നടന്ന നിഫ്റ്റി PSU ബാങ്ക് അതിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ബാങ്ക് ഓഫ് ബറോഡയാണ് ഏറ്റവും വലിയ മൂവ് നടത്തിയിട്ടുള്ളത്. 12% ഒരു ചേഞ്ചാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുക. സെൻട്രൽ ബാങ്കും 11% മുകളിൽ ചേഞ്ച് വന്നതായി കാണാം. അതുപോലെ SBIയും കാനറ ബാങ്കും ഏകദേശം 9% മുകളിലുള്ള ഒരു മൂവ് നടന്നതായി കാണാം. അതുപോലെ യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള ബാങ്കുകളും 6%, 8%ഒക്കെ മൂവ് കാണിച്ചതായി കാണാം. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 5.658% മൂവ് കാണിച്ചതായി കാണാം. അപ്പോൾ PSU ബാങ്കുകളിൽ വലിയൊരു റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ അത് മാത്രമല്ല, നമ്മളത് PSU ബാങ്കുകളിൽ മാത്രമല്ല, നമ്മൾ നിഫ്റ്റിയുടെ തന്നെ മറ്റു ഇൻഡെക്സ് ആയ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് നോക്കുകയാണ്, അവിടെ 4% മൂവ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ അതിൽ തന്നെ PSU ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് വലിയ മൂവ് നടത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി മറ്റൊരു വലിയ മൂവ് നടന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിലാണ്. അവിടെ 6.81% മൂവ് നടന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ അതിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗെയിലാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയുള്ളത്. ഗെയിലിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് 12.60% ചേഞ്ചാണ് ഒറ്റ ദിവസം കൊണ്ട് ഗെയിൽ എന്നുള്ള സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ 8.80, അതുപോലെ അദാനി ടോട്ടൽ ഗ്യാസിൽ 8.34, IOC 8.13, ONGC 7.43, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് 6.35. അങ്ങനെ പെട്രോൾ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലുള്ള പല സ്റ്റോക്കുകളും വലിയ മൂവ് നടത്തിയത് കാണാം. ആ ഒരു ഇൻഡെക്സിലെ ഒരേ ഒരു സ്റ്റോക്ക് മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ നൽകിയുള്ളത്. അതായത് നെഗറ്റീവ് ചേഞ്ച് കാണിച്ച ഒരേ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കാസ്ട്രോൾ ഇന്ത്യയാണ്. ഇപ്പോൾ കാസ്ട്രോൾ ഇന്ത്യ വലിയൊരു റണ്ണപ്പ് നടന്ന ഒരു സ്റ്റോക്കാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സ്റ്റോക്ക് ആ ഒരു റണ്ണപ്പ് നടന്നത് കൊണ്ടാവാം റാലിയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് അതൊരു യുഫോറിയ ആവാം, അല്ലെങ്കിൽ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ബൈങ് ആവാം. അപ്പോൾ അത് തുടരുമോ, നാളെ ആ റാലി തുടരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നാളെ ഒറിജിനൽ റിസൾട്ട് വരികയാണ്. അപ്പോൾ ഒറിജിനൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ 3 സിനാരിയോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ 350-ൽ പരം സീറ്റുകൾ നേടിക്കൊണ്ട് NDA അലയൻസ് വരികയാണെങ്കിൽ ഇനിയൊരു റാലി സ്റ്റോക്ക് മാർക്കറ്റ് വലിയ സാധ്യതയില്ല. കാരണം 350+ റാലി ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനിയൊരു സാധ്യതയുള്ള 400+ NDA അലയൻസ് പോകുമെന്നുള്ളതാണ്. 400+ NDA അലയൻസിന് സീറ്റ് വരികയാണെങ്കിൽ ഇനിയും ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഈ മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റ് സിനാരിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി വേറൊരു സാധ്യത കൂടിയുണ്ട്. അത് 300-ൽ താഴെ NDA അലയൻസിൻ്റെ സീറ്റ് വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ക്രാഷ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ് 350+ മൂവാണ്. അപ്പോൾ 350-ക്ക് താഴെ സ്റ്റോക്ക് വരുമ്പോഴൊക്കെ അതിൻ്റെ ക്രാഷിന് സാധ്യതയുണ്ട്. അത് 300 താഴെ വരുവാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു ക്രാഷ് ആവാനുള്ള സാധ്യതയും നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. വരാൻ പോകുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടുള്ള അനാലിസിസിലേക്കും അല്ലെങ്കിൽ കൂടുതലായ ഒരു പ്രവചനത്തിലേക്കും പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കാത്തിരിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം ഗുണമുണ്ടാകുന്നത് ക്ഷമക്കാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. കാരണം നമ്മൾ ലോസിൽ കിടന്ന പല പോർട്ട്ഫോളിയോകളും ഇന്ന് പച്ചകത്തിയിട്ടുണ്ടാവും. അതിനുള്ള കാരണം ക്ഷമ തന്നെയാണ്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ക്ഷമയോടെ നിലകൊണ്ട് കഴിഞ്ഞാൽ, നല്ല ബിസിനസ്സുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ, ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അത് ഒരു റാലി ആ സ്റ്റോക്കുകളിൽ ഉണ്ടാവും. അത് തീർച്ചയായും നമുക്ക് വലിയ ഗുണം ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നാളെ നമുക്ക് ഒറിജിനലായിട്ടുള്ള വിലയിരുത്തലിലേക്ക് പോകാം. See you next time with another video. Thank you for watching.